വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പുരുഷൻ അവന്റെ ജീവിതത്തിൽ അന്യായമായ ഹറാമായ അനേകം ബന്ധങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്ത്രീകൾ അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം സംശയിക്കുകയാണ്. 1-2 വർഷങ്ങൾ കഴിയുന്നതിനപ്പുറം അവരുടെ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ പലർക്കും സാധിക്കുന്നില്ല. സഹോദര, നിന്റെ ഭാര്യ അതല്ലെങ്കിൽ നിന്റെ മാതാവ് അതല്ലെങ്കിൽ നിന്റെ സഹോദരി ഈ അവസ്ഥയിലായിരിക്കാൻ നീ ആഗ്രഹിക്കുമോ? നീ ഒരു സ്ത്രീയോട് മോശത്തരം കാണിക്കുമ്പോൾ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു സഹാബി വരികയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എല്ലാം അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് വ്യഭിചാരം അത് ഉപേക്ഷിക്കാൻ വയ്യ. വ്യഭിചാരം മാത്രം എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തർദി ഉമ്മിക്, നിന്റെ ഉമ്മയുടെ കാര്യത്തിൽ നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? നിനക്ക് അത് തൃപ്തികരമായിരിക്കും നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത്? അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല. നിന്റെ സഹോദരിയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും മാതാവോ ആരുടെയെങ്കിലും സഹോദരിയോ ആരുടെയെങ്കിലും മകളോ ആരുടെയെങ്കിലും ഭാര്യയോ ആയിട്ടല്ലാതെ ഒരു സ്ത്രീയുമില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ ആളുകളുണ്ട്. ഈ പറയുന്ന പുരോഗമനത്തിന്റെ വർത്തമാനം പറഞ്ഞ് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നവർ തങ്ങളുടെ വീടുകളിൽ ഉമ്മമാരെ കൊണ്ടുവരാറുണ്ടോ? പെങ്ങന്മാരെ കൊണ്ടുവരാറുണ്ടോ? തങ്ങളുടെ പെങ്ങളുടെ അരികിലേക്ക് ആരെങ്കിലും മോശമായ ഒരു നോട്ടം ചെയ്താൽ അത് നോക്കി നിൽക്കാറുണ്ടോ?